Hi, I'm Dr. Praveen Bide, dermatologist at Lourdes Hospital, Kochi. ഇന്ന് വേൾഡ് വിറ്റ്ലിഗോ ഡേ ആണ്. വിറ്റ്ലിഗോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചെറിയ വെളുത്ത പാടുകൾ ഉണ്ടാക്കുന്ന വെള്ളപ്പാണ്ട് എന്ന് നമ്മൾ പറയാറുള്ള ഒരു അസുഖമാണ്. ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലവിലുള്ള, ഒരുപാട് സംശയങ്ങളുള്ള ഒരു അസുഖമാണ് വിറ്റ്ലിഗോ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ അസുഖം വരുന്ന വഴി നമുക്ക് വളരെ മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയും നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുകയും അതുകൂടാതെ തന്നെ ചിലപ്പോഴൊക്കെ ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്കിൻ ഡിസീസാണ് വിറ്റ്ലിഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള പൊതുവെ OPD-യിൽ ഞാൻ കേൾക്കാറുള്ള 2-3 സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് വിറ്റ്ലിഗോ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്ന ഒരു അസുഖമാണ് വിറ്റ്ലിഗോ. ഒരിക്കലുമല്ല, വിറ്റ്ലിഗോ എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ അല്ല, അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസ് അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? നമ്മുടെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ മൂലം നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിന്റെ പിഗ്മെന്റ് ഉണ്ടാക്കുന്ന, അതായത് കറുപ്പ് കളർ ഉണ്ടാക്കുന്ന സെൽസിനെ നശിപ്പിച്ച് കളയുന്ന വഴി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് വിറ്റ്ലിഗോ എന്ന് പറയുന്നത്. രണ്ടാമതായി ചോദിച്ചേക്കുന്ന ഒരു സംശയമാണ്, വിറ്റ്ലിഗോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. അതായത് എൻ്റെ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ടോ, അവരുടെ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമല്ല. വിറ്റ്ലിഗോയ്ക്ക് കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് വിറ്റ്ലിഗോ എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതല്ലാതെ ഫെമിലിയലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, അങ്ങനെ എല്ലാവരിലും അങ്ങനെ ഫെമിലിയലായിട്ട് വരുന്ന ഒരു അസുഖമല്ല വിറ്റ്ലിഗോ എന്ന് പറയുന്നത്. പിന്നെ പൊതുവെ വിറ്റ്ലിഗോ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഞങ്ങൾ എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന്. പലപ്പോഴും OP-യിൽ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞാൻ ഉപ്പ് കഴിക്കാമോ, പുളി കഴിക്കാമോ? അല്ലെങ്കിൽ ഞങ്ങളോട് ഒരാൾ പറഞ്ഞു വിരുദ്ധാഹാരം കഴിക്കുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്, അതായത് ഞാൻ മീനും പാലും ഒരുമിച്ച് കഴിച്ചു അതുകൊണ്ടാണ് ഇത് വരുന്നത്. ഒരിക്കലുമല്ല. വിറ്റ്ലിഗോയും ഡയറ്റും തമ്മിൽ അങ്ങനത്തെ റിലേഷൻസ് ഒന്നുമില്ല. പക്ഷേ ഒരു വിറ്റ്ലിഗോ പേഷ്യൻ്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാനാണ്. അതുകൂടാതെ ഞാൻ കാണാറുള്ള ഒരു കാര്യമാണ്, വിറ്റ്ലിഗോ പേഷ്യൻസ് ഒരുപാട് വെയിൽ കൊള്ളും. വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ഇത് നേരെയാകും എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. അതുകൊണ്ട് വെയിൽ കൊണ്ട് ഇത് നേരെയാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാറുണ്ട്. ഒരിക്കലുമല്ല. സൂര്യപ്രകാശം തട്ടുമ്പോൾ വിറ്റ്ലിഗോ പേഷ്യൻസ് ശരിക്കും ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അവർക്കവിടെ പിഗ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പൊള്ളൽ വരാനായിട്ടുള്ള സാധ്യത കൂടുതലായി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പൊതുവേ വിറ്റ്ലിഗോ പേഷ്യൻസിനും എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഇതെന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഒരു അസുഖമാണെന്ന്. ഒരിക്കലുമല്ല. ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇതിന് ടോപ്പിക്കൽ ക്രീംസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, ഫോട്ടോതെറാപ്പി പോലുള്ള കാര്യങ്ങളുണ്ട്, ഫുവാസോൾ പോലുള്ള മരുന്ന് തേച്ച് അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് വെയിലത്ത് കാണിക്കുന്ന ടൈപ്പ് ട്രീറ്റ്മെന്റ് ഉണ്ട്, സർജറീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉള്ള, കറക്റ്റ് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അസുഖമാണ്. അതുകൂടാതെ ഇത്തരം പേഷ്യൻസിനെ നമ്മൾ സ്റ്റിഗ്മറ്റൈസ് ചെയ്യരുത്, അവരെ മാറ്റി നിർത്തരുത്, അവരെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്.